Hello everyone, welcome back to my YouTube channel and to a new video. Today we'll be discussing ELT, which is a paper in MAS4, and the topic that we are going to discuss is difficulties in teaching English. So this is the first part of the video because we'll be discussing almost 17 reasons, 17 problems or difficulties when it comes to teaching English, and the first part will include almost 7 reasons. Okay, so let's start. First problem is adapting to a student's need. ഒരു ESL അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചർ ആകുമ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നതും ഈ ഒരു അഡാപ്റ്റേഷനാണ്. കാരണം ഒരു ക്ലാസ് റൂം എടുക്കുമ്പോൾ തന്നെ ഓരോ സ്റ്റുഡൻസിനും ഓരോ ലേണിംഗ് സ്പീഡാണ്, അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ളൊരു ലേണിംഗ് അബിലിറ്റീസ് ആണ്. സ്ലോ ലേണേഴ്സ് ഉണ്ട്, ഫാസ്റ്റ് ലേണേഴ്സ് ഉണ്ട്, ആവറേജ് ലേണിംഗ് സ്പീഡ് ഉള്ളവരുണ്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റുഡൻസിൻ്റെയും ലേണിംഗ് സ്പീഡ് മനസ്സിലാക്കി അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും അഡാപ്റ്റ് ചെയ്യേണ്ടതാണ് ഒരു ESL ടീച്ചറിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. മാത്രമല്ല അവരവിടെ ഗോളായിട്ട് വെക്കേണ്ടത് 4 ബേസിക് സ്കിൽസ്, അതായത് ലിസ്ണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഈ 4 സ്കിൽസും എല്ലാ സ്റ്റുഡൻസിലും ഈക്വലായിട്ട് തന്നെ എത്തിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അവർ ഉറപ്പ് വരുത്തണം. അതാണ് ആദ്യത്തെ ഒരു പ്രോബ്ലമായിട്ട് വരുന്നത്. ദ സെക്കൻഡ് തിങ് ഈസ് ഹെട്രോജീനിയസ് നേച്ചർ ഓഫ് ക്ലാസ് റൂം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരുന്ന സ്റ്റുഡൻസ് പല എബിലിറ്റീസ് ഉള്ളവരാണ്, പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. എല്ലാവർക്കും ഒരേ ടോപ്പിക് ഒരേ സ്പീഡിൽ മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആയിട്ട് മാറുന്നത്. കാരണം ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇന്ത്യ എന്നൊരു രാജ്യത്ത് ഇംഗ്ലീഷ് ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്, ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്. അതൊരിക്കലും നമുക്ക് നമ്മുടെ മാതൃഭാഷ പോലെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി കൂടി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഓരോ രീതിയിലുള്ള ലേണിംഗ് സ്പീഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകണമെന്നില്ല, അല്ലെങ്കിൽ വേഗം ആ ഒരു കോൺസെപ്റ്റ് പഠിച്ച് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ അതാണ് ആ ഒരു ഹെട്രോജീനിയസ് നേച്ചർ എന്നൊരു പ്രോബ്ലം ആയിട്ട് വരുന്നത്. And that is how the heterogeneous nature of students is the prominent and major factor in language development. The third problem is over dependence on teacher. ഒരു രീതിയിൽ ഒരു സ്പൂൺ ഫീഡിങ് മെത്തേഡ് ആണെങ്കിൽ അവിടെ ടീച്ചറിനാണ് പ്രൈം റോൾ. ടീച്ചറിൽ ഒരു ഓവർ ഡിപ്പെൻഡൻസി കാണാൻ പറ്റും. അതായത് ടീച്ചർ കൊടുക്കുന്ന നോട്ട് മാത്രം വായിക്കുന്നു, ടീച്ചർ പഠിപ്പിച്ചു കൊടുക്കുന്ന കോൺസെപ്റ്റ്സ് മാത്രം മനസ്സിലാകുന്നു. ടീച്ചർ ഇല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് വരുന്നു. അത് ഒരു രീതിയിൽ ഓവർ ഡിപ്പെൻഡൻസ് ആണ്. ടീച്ചറിൻ്റെ റോൾ എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു നോളേജ് കൊടുക്കുക, കൃത്യമായിട്ട് ഗൈഡ് ചെയ്യുക എന്നതാണ് ആ ഒരു പ്രൈം ഗോൾ എന്ന് പറയുന്നത്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെൻറ്റ് എന്തായാലും ആവശ്യമാണ്. പക്ഷേ ഇവിടെ ഒരു ഓവർ ഡിപ്പെൻഡൻസി വരുന്ന സമയത്ത് ആ ഒരു ടീച്ചറിനൊരു പ്രസൻസ് ഇല്ലാത്ത സമയത്ത് സ്റ്റുഡൻറ്റ് തന്നെ പഠിക്കുന്നില്ല, അല്ലെങ്കിൽ തന്നെ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്നു. അത് ഒരു പ്രോബ്ലമായിട്ട് വരാറുണ്ട്. സോ ദ ടീച്ചർ ഷുഡ് ഓൾവേസ് ബി ആസ് എ ഗൈഡ് ആൻഡ് he or she should push the child out of their comfort zone and encourage them to learn on their own as well by giving a positive encouragement instead of making them puppets. And the fourth reason is ignorance about technology. നമ്മളിപ്പോൾ കോവിഡ് സമയമായി, ലോക്ക്ഡൗൺ ആയ സമയത്താണ് കൂടുതലും ഓൺലൈൻ ക്ലാസ്സസ് അത്രയും പോപ്പുലർ ആകുന്നത്. അതിൽ നിന്ന് തന്നെ കൃത്യമാണ് ടെക്നോളജിയുടെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രം ആവശ്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു മോഡേൺ ഡേ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ടെക്നോളജി ഇല്ലാതെ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ലേണിംഗ് നടക്കത്തില്ല എന്ന് വരെ ഒരു സിറ്റുവേഷനായി. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളൊരു ഹൈബ്രിഡ് മോഡാണ് ഫോളോ ചെയ്യുന്നത്. ഓഫ്ലൈനായിട്ട് ക്ലാസ് ഉണ്ട്, അതുപോലെ തന്നെ ഓൺലൈനായിട്ടും ഒരുപാടധികം മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനത്തെ രീതിയിലൊരു ഹൈബ്രിഡ് മോഡിലാണ് ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നോളജിയെ ഇഗ്നോർ ചെയ്യുക, ടെക്നോളജിയെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതിരിക്കുക എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമാണ്.
അത് ഒരു എന്താ പറഞ്ഞ അർബൻ റൂറൽ സെറ്റിംഗ് എടുക്കുമ്പോഴും നമുക്ക് കാണാൻ പറ്റും. അർബൻ സെറ്റിങ്സിലായിരിക്കും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്, കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻ്റ് ഉള്ളത്. റൂറൽ ഏരിയാസിൽ ഇപ്പോഴും പല സ്ഥലത്തും ഒരു എന്താണ് പ്രോപ്പറായിട്ടൊരു ടെക്നോളജിയെക്കുറിച്ചൊരു അവയർനെസ്സോ അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഫെസിലിറ്റീസോ എത്തിയിട്ടില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ഡിവിഷൻ വരുന്നുണ്ട്. അർബൻ ഏരിയാസിൽ പോയാൽ മാത്രമേ പ്രോപ്പറായിട്ടൊരു എഡ്യൂക്കേഷൻ കിട്ടത്തുള്ളൂ എന്നുള്ളൊരു സ്ഥിതി വരുന്നു. അതുപോലെ തന്നെ പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലും പ്രോപ്പറായിട്ട് ലാംഗ്വേജ് ലാബ് പോലത്തുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതെ വരുമ്പോഴും അവിടെയും അതൊരു ലാക്കായിട്ടാണ് മാറുന്നത്. കാരണം ഒരിക്കലും ആ ഒരു ലാംഗ്വേജ് പ്രോപ്പറായിട്ട് ആ ഒരു സ്റ്റുഡൻറ്റിന് കിട്ടുന്നില്ല, എസ്പെഷ്യലി ഒരു ലിസ്ണിങ് അല്ലെങ്കിൽ പ്രൊനൗൺസിയേഷൻ ഭാഗം. അതുകൊണ്ടാണ് ഇഗ്നറൻസ് അബൌട്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഒരു പ്രോബ്ലമായി വരുന്നത്. The fifth reason is lack of interest and fear. This is one of the major obstacle in teaching English, because it is this lack of interest and fear that doesn't permit the students to take an initiative role in language learning, and automatically a shyness is embedded in them. കാരണം എന്താണ്, ഒന്ന് താല്പര്യമില്ലായ്മ നമുക്കെടുക്കാം. ആ ഒരു വിഷയത്തോട് താല്പര്യമില്ലെങ്കിൽ ഒരിക്കൽ പോലും ആ ഒരു കുട്ടി ആ ഒരു കോൺസെപ്റ്റിനെ പഠിക്കാൻ പോകുന്നില്ല. കാരണം ആ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു കുട്ടിയുടെ ഉള്ളിൽ കാണത്തില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്തിനീ ഒരു വിഷയം പഠിക്കണം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയം ഇഗ്നോർ ചെയ്യുന്നു. അതാണ് താല്പര്യമില്ലായ്മ. മറ്റേത് ഒരു രീതിയിൽ ഒരു പേടിയാണ്. ഞാൻ എന്തെങ്കിലും തെറ്റ് വരുത്തുമോ, എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാകുമോ, അങ്ങനെ ഉണ്ടായാൽ ടീച്ചർ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് കളിയാക്കുമോ എന്നുള്ളൊരു പേടി. ആ ഒരു പേടി കാരണം ആ ഒരു സ്റ്റുഡൻ്റ് ഒരു പക്ഷേ വിഷയത്തിൽ നിന്ന് തെന്നിമാറാം. അതായത് ഒരു പക്ഷേ ക്യൂരിയോസിറ്റി കാണും, പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കാണും, പക്ഷെ ഞാൻ തെറ്റിച്ചാൽ അത് ഒരു വലിയൊരു എന്താ പറയുക ഒരു കുറ്റമാണ്, അതായത് ടീച്ചർ വഴക്ക് പറയും എന്നുള്ളൊരു പേടി കാരണം പലപ്പോഴും സ്റ്റുഡൻസ് ആൻസർ ചെയ്യാതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരിക്കാറുണ്ട്. അപ്പോൾ ഇതൊരു മേജർ ഒബ്സ്റ്റക്കിളാണ്. കാരണം ഒരു ടീച്ചറിൻ്റെ ഒരു ഗോൾ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് എൻകറേജ്മെൻറ്റ് കൊടുക്കുന്നതിലൂടെ തന്നെ ഈ ഒരു താല്പര്യമില്ലായ്മയും ഈ ഒരു പേടിയും എല്ലാം മാറ്റേണ്ടതും ഒരു ടീച്ചറിൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആണ്, ഒരു ഫോറിൻ ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ പതുക്കെ വളരെ ബേസിക് ആയിട്ട് പഠിപ്പിച്ച് തുടങ്ങിയിട്ട് വേണം നമ്മുടെ ഡിഫിക്കൽട്ടായിട്ടുള്ള കോൺസെപ്റ്റ്സിലേക്ക് മാറാൻ. അങ്ങനത്തെ ഒരു പ്രോപ്പറായിട്ടൊരു ലെസൺ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും സ്റ്റുഡൻസിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റി കൊണ്ടുവരാൻ പറ്റും, അവരിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അവർക്ക് ഉള്ള ഒരു മടി അല്ലെങ്കിൽ ഒരു പേടി മാറ്റിയെടുക്കാൻ പറ്റും. ആൻഡ് ദ സിക്സ്ത് റീസൺ ഇസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. നേരത്തെ പറഞ്ഞ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഫിയർ ആയിട്ട് വളരെയധികം കണക്റ്റായി കിടക്കുന്ന ഒരു ടോപ്പിക്കാണ്, അല്ലെങ്കിൽ ഒരു റീസണാണ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു സ്റ്റുഡൻറ്റിന് ഒരു പക്ഷെ ബോറടിക്കുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്നൊരു തോന്നലുണ്ടാകുമ്പോൾ സംഭവിക്കുന്നതാണ് ഉള്ള മോട്ടിവേഷൻ അവിടെ നഷ്ടപ്പെടുന്നു. പിന്നെ അങ്ങോട്ട് ആ ഒരു സബ്ജക്റ്റ് പഠിക്കാനോ ആ ഒരു കോൺസെപ്റ്റ്സ് പഠിക്കാനോ താല്പര്യമുണ്ടാകുന്നില്ല. അപ്പോൾ അതിൽ ഒരു ടീച്ചറിന് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ആക്ടിവിറ്റീസ് കൊടുക്കുക, അല്ലെങ്കിൽ ഗെയിംസ് കൊടുക്കുക. അതിലൂടെ അവർക്കൊരു മോട്ടിവേഷൻ, ഒരു എൻകറേജ്മെൻറ്റ് കൊടുക്കാമെന്ന് പറ്റുന്നതാണ്. കൂടുതലും നമ്മൾ കാണുന്നത് അങ്ങനത്തെ എവറിഡേ ടാസ്കുകൾ കാണും. എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ, നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുക, ഡിസ്കഷൻസ് നടത്തുക, ഡിബേറ്റ്സ് നടത്തുക, അതുപോലെ തന്നെ കുറേ ഫണ്ണായിട്ടുള്ള വേർഡ് ഗെയിംസ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനത്തെ രീതിയിലൂടെ ഗെയിംസിലൂടെ ആ ഒരു ലാംഗ്വേജിലേക്ക് കുട്ടിക്ക് താല്പര്യം ഉണ്ടാവുകയും കൂടെ ആ ഒരു വാക്കുകൾ, അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ്, ഐഡിയ എന്താണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയെടുക്കുകയും അതിലൂടെ ആ ഒരു ലാംഗ്വേജ് അവർക്ക് മനസ്സിലാകുകയും ചെയ്യുന്നു. So that is the reason about lack of motivation. പക്ഷെ എപ്പോഴും ആ ഒരു ബോറടിക്കുന്നു അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നു എന്നൊരു സ്ഥിതിവിശേഷം മാത്രമല്ല ഉണ്ടാവുന്നത്. There are also sociological conditions like poverty and insecurity, the family environment, economic and social conditions. All of this contribute a lot towards the negligence of English. So it is the teacher's responsibility to create an intrinsic motivation in the students, because the teacher has the power to motivate them with the ability and confidence to develop a sense of responsibility for their own development.
And the last point that we will be discussing in this video is the use of mother tongue. ഇതും ഒരു വലിയൊരു ഒബ്സ്റ്റക്കിൾ ആയിട്ട് നമ്മൾ പറയാറുണ്ട്. കാരണം നമ്മളിപ്പോൾ ഫോറിൻ ലാംഗ്വേജ് പഠിക്കുമ്പോൾ തന്നെ ചില കോൺസെപ്റ്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആ ഒരു ലാംഗ്വേജിൽ പഠിക്കുമ്പോൾ ഇപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യം തന്നെ, ഇംഗ്ലീഷിലെ ചില കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ചില വാക്കുകൾ നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് എളുപ്പം മനസ്സിലാകുകയും ചെയ്യുന്നു. അതാണ് അവിടെ ഒരു മദർ ടങ്ങിൻ്റെ ഇൻ്റർഫിയറൻസ് എന്ന് വരുന്നൊരു പോയിന്റ്. പല കോൺസെപ്റ്റ്സും നമ്മൾ നമ്മുടെ മദർ ടങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പമായി പഠിക്കാൻ സാധിക്കുന്നു. പക്ഷെ അതൊരു ലിമിറ്റ് വരെ നല്ലതാണ്. എല്ലാ സന്ദർഭത്തിലും മദർ ടങ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നമ്മൾ പഠിക്കേണ്ട ആ ഒരു ഫോറിൻ ലാംഗ്വേജ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടത്തില്ല. അതാണ് ആ ഒരു മദർ ടങ് ഇൻ്റർഫിയറൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ബൈലിംഗ്വൽ അല്ലെങ്കിൽ ഒരു മൾട്ടി ലിംഗ്വൽ മെത്തേഡ് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാറുണ്ട്, അല്ലാത്തപ്പോഴും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് മനസ്സിലാകാത്തൊരു കോൺസെപ്റ്റ് നമ്മുടെ മദർ ടങ്ങിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുന്നത്. അത് തെറ്റാണെന്നല്ല, ഒരു എക്സ്റ്റെൻഡ് വരെ അത് നല്ലതാണ്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷേ ഒരു ഓവർ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു എക്സ്റ്റെൻറ്റിന് മേളിൽ നമ്മൾ മദർ ടങ് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫോറിൻ ലാംഗ്വേജ് എന്തോ ആയിക്കോട്ടെ, ഇപ്പോൾ ഇംഗ്ലീഷാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ആ ഒരു ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് ഒരു പ്രൊനൗൺസിയേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇംഗ്ലീഷിൻ്റെ കറക്റ്റ് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ അവിടെ നഷ്ടപ്പെടും, ആ ഒരു ട്രാൻസ്ലേഷൻ്റെ ഇടയ്ക്ക് നഷ്ടപ്പെടും. So that is the reason about use of mother tongue. And with that, we come to the conclusion of this video, and we will be discussing the rest of the reasons in the next part of the video. So stay tuned till then, and thank you for listening.